ജസ്ന സലീം എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് ഞാൻ ഇതിന് മുമ്പ് ജസ്ന സലീമിൻ്റെ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ ഓർമ്മ കാണും. ഇല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലൊന്ന് തിരഞ്ഞു നോക്കിക്കോ. ജസ്ന സലീം റിലേറ്റഡ് ആയിട്ട് ഞാനൊരു പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്ന സലീമിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണഭക്തയായ ഒരു മുസ്ലിം ലേഡി കൃഷ്ണൻ്റെ തന്നെ ഫോട്ടോ, ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ, ഗുരുവായൂർ അമ്പല നടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ ഫോട്ടോസ് അവരെന്ത് ചെയ്യുന്നു, ആളുകൾക്ക് കൊടുക്കുന്നു. അതിൽ തന്നെ നരേന്ദ്രമോദിക്ക് അടക്കം ഫോട്ടോ ഇവർ കൊടുത്തിട്ടുണ്ട്, വെരി ക്ലോസ് ടു അവർ സുരേഷ് ഗോപി സർ. അപ്പോൾ ഇതാണ് ജസ്ന സലീമിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, കൃഷ്ണ പെയിൻറ്റിങ്ങുകൾ തന്നെയാണ് മെയിനായിട്ട് അവർ ബുക്കിംഗ് എടുത്തിട്ട് വരച്ച് കൊടുക്കുകയാണ്. ഈ അടുത്തെങ്ങാണ്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ജസ്ന സലീം വരച്ച ഒരു പിക്ക് ലേലത്തിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ലേല തോന്നുന്നു, അതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജസ്ന സലീമിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഫേസ്. അപ്പോൾ ഈ ജസ്ന സലീമിന് ഇതിന് മുമ്പും ഒരു സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഈവൻ അവരുടെ വീട്ടിൽ നിന്നാണെങ്കിലും, അതായത് അവരുടെ റിലേറ്റീവ്സിൻ്റെയും അവരുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നാണെങ്കിൽ പോലും, മുസ്ലിം സ്ത്രീയായ നീ എന്തിന് കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളൊരു കൈൻഡ് ഓഫ് ടോക്കും കാര്യങ്ങളും, അതിൽ നിന്ന് വരുന്ന ഹറാസ്മെൻറ്റ്സും ഒക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് അവർ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. റീസെൻ്റ്ലി ഇവരെ കുറിച്ചിട്ട് ഇവർ ഹണി ട്രാപ്പിൻ്റെ ആളാണ്, ഇവർ പറ്റിക്കുകയാണ്, ഇവർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ പോകുമ്പോൾ മാത്രമാണ് തട്ട ഇടുന്നത്, അല്ലെങ്കിൽ തട്ട ഇടാറില്ല, അങ്ങനെ കുറേ വാട്സാപ്പ് ഫോർവേഡുകൾ, കുറേ കമൻറ്റുകൾ, കാര്യങ്ങളൊക്കെ ഇവരെ കുറിച്ച് വന്നു തുടങ്ങി. ഇപ്പോൾ കർമ്മ ന്യൂസിലൊക്കെ ഇടയ്ക്ക് ഇവരെ കുറിച്ചിട്ട് ഇതേപോലെ ഇവർ നമ്മുടെ നരേന്ദ്രമോദിജിക്ക് ഫോട്ടോ കൊടുത്തപ്പോൾ, അപ്പോൾ അല്ലാത്തപ്പോഴൊക്കെ കർമ്മ ന്യൂസ് അത്യാവശ്യം ഇവരൊക്കെ ഇങ്ങനെ ഹൈ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാറ്. അതേ കർമ്മ ന്യൂസ് തന്നെയാണ് ഇവരെ കുറിച്ച് വാട്സാപ്പ് ഫോർവേഡായിട്ട് വന്നിട്ടുള്ളൊരു ഡീറ്റെയിലിങ്. ഓക്കെ, അത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പം അതൊന്ന് നമുക്ക് ആദ്യം കാണാം. അന്വേഷിച്ചു ചെല്ലുമ്പോൾ ജസ്ന എന്ന സ്ത്രീ സാധാരണ ജനങ്ങൾ കരുതുന്നത് പോലെ ഒരു ചെറിയ മീനല്ല എന്ന് ബോധ്യപ്പെടും. കോഴിക്കോട് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലും ടൗൺ സ്റ്റേഷനിലും അത്തോളി സ്റ്റേഷനിലും നിരവധി ആളുകൾക്കെതിരെ വ്യാജ പീഡന കേസ് കൊടുത്ത് പണം തട്ടിയിട്ടുള്ള ജസ്ന എന്ന കൗശലക്കാരിയെ നിങ്ങൾക്ക് കാണാം. 154/2016, 439/2006, 1015/2020 എന്നീ ക്രൈം നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്ത FIRകളെല്ലാം തന്നെ വിവിധ വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചു എന്ന തരത്തിൽ വിവിധ കാലത്ത് ജസ്ന കൊടുത്ത പരാതികളാണ്. തന്നെ അനുമതിയില്ലാതെ കയറിപ്പിടിച്ചു, വസ്ത്രം വലിച്ചുകീറി, നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിവയാണ് പരാതികൾ. പക്ഷേ ഇവയെല്ലാം തന്നെ കോടതിയിൽ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരുന്നു എന്നും കുറിപ്പിൽ പറയുന്നു. കാരണം പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും പലതും കെട്ടിച്ചമച്ചതാണെന്നും വാദിയായ ജസ്ന നുണ പറയുന്നതാണ് എന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും പകൽ പോലെ തെളിഞ്ഞു. പിന്നീട് പ്രതികളായവരോട് 2 ലക്ഷം രൂപ നൽകിയാൽ പരാതി പിൻവലിക്കാമെന്നും ജസ്ന പറഞ്ഞതായ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീ സമൂഹം ഏറ്റവും പവിത്രമായി കാണുന്നതായ, അല്ലെങ്കിൽ കാണേണ്ടുന്നതായ സ്വന്തം അഭിമാനത്തിന് വിലയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എത്ര വിശ്വാസ്യതയുണ്ടാകും? അഭിമാനിയായ ഒരു സ്ത്രീയും അവളെ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്തു എന്ന് നുണ പറയാറില്ല. ഇവിടെയോ പരസ്പര സമ്മതത്തോടെ ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം പണത്തിന് വേണ്ടി ഒരാളെ പീഡന കേസിൽ കുടുക്കുക എന്നതാണ് ജസ്ന ചെയ്തത്. പ്രതിയാക്കപ്പെട്ട എല്ലാ ചെറുപ്പക്കാരും ഇവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇവരുടെ കെണിയിൽ വീണുപോയവരോ ആയിരുന്നു. അവരുടെ എല്ലാം കുടുംബം നശിക്കുകയും ചെയ്തു. മേൽപ്പറഞ്ഞവ എല്ലാം തന്നെ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ കുറിപ്പിൽ പറയുന്നു. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഇനി കൃത്യമായ തെളിവ് ലഭ്യമായിട്ടില്ല എന്ന ഒരേ ഒരു ഇളവിൽ വിശ്വാസയോഗ്യമെങ്കിലും പരിഗണിക്കാതെ വിട്ടുകളഞ്ഞ ഇവരുടെ ദുഷ്കൃത്യങ്ങൾ അനവധിയാണ്. ഇവർ കോഴിക്കോട് മസാജ് പാർലറിൽ ജോലിക്ക് നിന്നിരുന്ന കാര്യവും മറ്റും തെളിവില്ലാത്തതുകൊണ്ട് മാത്രം ഇവിടെ വെറുതെ സൂചിപ്പിച്ചു പോകുന്നു. അന്വേഷിക്കണം എന്നുള്ളവർക്ക് ആകാം. ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ചതിന് സഹോദരൻ വേശ്യ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് നടന്ന സ്ത്രീക്ക് 2 സഹോദരിമാർ മാത്രമാണുള്ളത്, സഹോദരനില്ല. കൃഷ്ണഭക്ത എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിരുന്ന സ്ത്രീ ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നത് ബാപ്പയ്ക്ക് വീട് പണിയാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട്. അവരിപ്പോൾ BJP ആണ്, RSS ആണ്, സുരേഷ് ഗോപിയുടെ സഹോദരിയാണ്, ഗുരുവായൂർ തന്ത്രിയുടെ ശിഷ്യയാണ് എന്നൊക്കെ പറയുന്നു. പരസ്പര സമ്മതത്തോടെ പലരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കള്ളപ്പീഡന കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ 7-8 പരാതികൾ IPC 376 പ്രകാരം ഇവർ പലർക്കെതിരെയും നൽകിയിട്ടുണ്ട്. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്ത്രീ നാളെ മുകളിൽ പറഞ്ഞ ആളുകൾക്കെതിരെ എന്ത് പരാതിയും കൊടുക്കാം. അതല്ലേ സത്യം? നാളെ ഗുരുവായൂർ ഒരു കലാപഭൂമിയാക്കരുത്. രാഷ്ട്രീയ നേതാക്കൾ ചതിക്കുഴിയിൽ വീഴരുത്. മതരാഷ്ട്രീയ ചിന്തയ്ക്ക് അപ്പുറം ഇതൊരു സാമൂഹിക ഒരുമയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന സംഗതിയായി കണ്ട് എല്ലാ മതരാഷ്ട്രീയ നേതാക്കളും അനുയായികളും പരിഗണനയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. ഓക്കെ, ജസ്ന സലീമിനെ കുറിച്ച് കർമ്മ ന്യൂസിൽ
അവർ പറഞ്ഞ കാര്യങ്ങളല്ല. കർമ്മ ന്യൂസിൽ റീഡർ വായിക്കുന്നത് വാട്സാപ്പിൽ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇട്ട ഒരു വാട്സാപ്പ് ഫോർവേഡ്. ഇത് ഒരുപാട് ഗ്രൂപ്പുകളിലും സ്ഥലങ്ങളിലും ഈ ജസ്നയെ കുറിച്ച് വരുന്നുണ്ട്. സോ അത് ഒന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കർമ്മ ഈ സാധനം ഇട്ടത്. അങ്ങനെ ഇത് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് സൈബർ സ്പേസിൽ ഈ സംഗതി പരത്തുന്ന ആ ഒരു ടൈമിൽ, ഈവൻ ജസ്നയുടെ പോസ്റ്റിൽ ഒരു ജൂലൈ 5-6 ആ ടൈമിൽ ഇത് ഷനീദ് കരുവങ്കണ്ടി, ക്യാപിറ്റൽ വിഷൻ 24/7, SK അവതാരകൻ, എനിക്ക് ഹണി ട്രാപ്പുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട വ്യക്തി എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഹണി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ഇട്ട വ്യക്തി ഈ ഒരു വ്യക്തിയാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഫോട്ടോ അയാളുടെ പേരൊക്കെ വെച്ചിട്ട് 2-3 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ 2 പോസ്റ്റിങ്ങിന് മൂന്നാമത്തെ പോസ്റ്റ് ഇവർ വീഡിയോ ആയിട്ട്, ഓക്കെ, ഈ വ്യക്തി ആരാ എന്താന്ന് പറഞ്ഞിട്ട് വീഡിയോ ആയിട്ടും ഇൻസ്റ്റയിൽ റീലിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെക്കുറിച്ച് ഈ ഹണി ട്രാപ്പാണ്, ഇവരെല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കണമെന്നുള്ളത് പറഞ്ഞാൽ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു അത് ആരാണ്, എന്താണ് പ്രശ്നം എന്നുള്ളത്. അത് ഷനീദ് കരുവാങ്കണ്ടി എന്ന് പറഞ്ഞ പയ്യനാണ്. അവൻ്റെ പേര് ഷനീദ് എന്ന് മാത്രമല്ല, റോഷൻ, SK എന്ന് പറഞ്ഞ് പല പേരിലായിട്ട് അറിയപ്പെടുന്നു. ക്യാപിറ്റൽ വിഷൻ 24/7 എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൻ്റെ അവതാരകനായിരുന്നു ഇവന്. അപ്പം ഇവനാണ് എന്നെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത്. ഇവൻ എല്ലാ കാര്യത്തിനും, എന്ന് വെച്ചാൽ അവൻ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്നത് ഇവൻ്റെ സഹോദരങ്ങളും ഉമ്മയും കേട്ടോ. സഹോദരൻ ഷാനി കരുവാങ്കണ്ടിയാണ്, ഒരാൾ ഷാമിൽ കരുവാങ്കണ്ടിയാണ്. ഇവൻ്റെ ഉമ്മയുടെ പേര് എന്ന് പറയുന്നത് നദീറ കരുവാങ്കണ്ടി എന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് സഹകരണ ബാങ്കിലായിരുന്നു ഈ സ്ത്രീ വർക്ക് ചെയ്തത്. അപ്പം ഇവർ എന്താണെന്ന് വെച്ചാൽ ഈ പയ്യനെ പല കുടുംബത്തിലേക്കും വിട്ടിട്ട് ആ കുടുംബം നശിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പയ്യൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതേപോലെ എൻ്റെ കുടുംബത്തിൽ ഒന്ന് കയറി കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വ്യാജ പ്രചാരണവുമായിട്ട് ഇവൻ ഇറങ്ങുന്നത്. കംപ്ലൈൻ്റ് ഒക്കെ എന്താണെന്നുള്ളത് ഇനിയും ഇവൻ്റെ ഉപദ്രവം മുന്നോട്ട് തുടരുകയാണ്. എനിക്ക് തുറന്ന് പറയുന്നതിന് ഒരു വിരോധവും ഇല്ല. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? ഇവൻ എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. പല ഓൺലൈൻ മാധ്യമക്കാരെയും വിളിച്ചിട്ട് എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞത് പലരും എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തിന് ഇവൻ്റെ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കണം എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനൊരു പോസ്റ്റ് ജസ്റ്റിന് ഇട്ടതിന് ശേഷം ഇത് കുറച്ചും കൂടി അങ്ങോട്ട് കയറി. അതായത് ഓഹോ നീ ഇങ്ങനെ ആയിരുന്നു, അറിയാലോ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം വരുമ്പോൾ അതിൻ്റെ 2 വശം ആളുകൾ പറയും. അപ്പോൾ ആ ഒരു എക്സ്ട്രീം സൈഡ്, അതായത് ഇവളാളെ പറ്റിക്ക് ഓഹോ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ സംസാരവും കാര്യങ്ങളും കണ്ടന്റും കമൻറ്റും ഒക്കെ ആയ ടൈമിൽ ഇവരെന്ത് ചെയ്തു, News 18 പോയിട്ട് ഒരു ബൈറ്റ് കൊടുത്തു. അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് മദ്രസയിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ. എൻ്റെ കുട്ടി മദ്രസയിലുള്ള ബുദ്ധിമുട്ടാണ് എന്ന് അറിയുന്നതിന്റെ മുമ്പ് ഇവന് മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പം ഭയങ്കര പേടിയായിട്ട് തുടങ്ങുക, ഇവന് സ്കൂളിലും മദ്രസയിലും പോവാതിരിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക, ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവനിൽ ആദ്യം അങ്ങനെയാണ് കണ്ടു തുടങ്ങി. എന്നതിന് ശേഷമാണ് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഇരിക്കെ സ്കൂളിലത്തെ ഇങ്ങനത്തെ വിഷയം വന്നപ്പം ടീച്ചർമാരാണ് പറഞ്ഞത് നമുക്ക് ഇവനെന്ന് ഒന്ന് കാണിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ കാണിച്ചപ്പം അവന് എന്താന്ന് പറഞ്ഞിട്ടില്ല, ഇവന് ഈ സ്കൂളും മദ്രസയിലും പോവണ്ട എന്നുള്ള വാശിയാണ്. കുഞ്ഞു കുട്ടിയാണ് അന്ന് അവന്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം, സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ്, ഇവൻ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത്. അവന് ഹിന്ദു മതക്കാരനാണ്, അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ്. അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ. ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇവന് ഡോക്ടർ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ കുട്ടീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരിക്കൽ ഇവൻ എന്നോട് പറഞ്ഞു വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട്, കുട്ടീൻ്റെ ട്രീറ്റ്മെന്റ് കുട്ടീൻ്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റൂല, ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നത്. അവിടെ അവന്റെ വീട്ടിലേക്ക്, നടുവട്ടം ഭാഗത്ത് അവന്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടറെ ബോർഡില്ല, ആൾക്കാർ പേഷ്യൻസ് ആരും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അന്നപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല, കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ, വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വയലന്റ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും, ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചേ എന്നാണ് പറഞ്ഞത്.
അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് ഇവൻ അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈൽ, ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്, അത് പുറത്ത് വിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞു. ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനവും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പുകാരിയായത്? വേറെ കേസ് കൊടുത്തു എന്നാണ്. ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ്, പ്രതി കൊടുത്തത് എന്താ, വാദി കൊടുത്തത് എന്താ, എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെയ്യാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട്? ഇതാണ് സത്യാവസ്ഥ. ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു. അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിതം, ആ കാലഘട്ടം തന്നെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കാണ്. ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ, പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ്. മുജീബ് ഇതിനോട് പടച്ചോൻ ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ, പടച്ചോൻ ഇല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും. കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത്. അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എന്റെ സഹോദരൻ എന്നോട് വേശ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് വരയ്ക്കുന്നതിനെക്കാട്ടും നല്ല ഈറ്റ പണിക്ക് പോകുന്നത് തന്നെയാണ്. അത്രയ്ക്ക് ഞാൻ എവിടെയും കള്ളത്തരം പറഞ്ഞല്ല. അതുകൊണ്ടാണ് എവിടെ എന്ത് പ്രശ്നം വരുമ്പോ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത്. എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനത്തോളാക്കി എടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദാണ്. ഉസ്താദ് മതഭ്രാന്ത് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിന് ഈറ്റ ഗതി വന്നത്. മർദ്ദിച്ചതുള്ളോ ലൈംഗികമായി നിങ്ങളെ ദുരുപയോഗം ചെയ്തെന്നാണ്? തീർച്ചയായിട്ടും അങ്ങനെ കെട്ടിയിട്ടിട്ടാണ് മോന് ചെയ്തത്. അത്ര എനിക്കത് എന്നിട്ട് എന്റെ ആ വിഷ്വലോ എന്റെ കയ്യിലുണ്ട്. അത് കാരണം എനിക്ക് അന്നും എന്നെ 10 പേരറിയും. എനിക്ക് പുറത്ത് വിട്ടാല് ഞാൻ നാറും, എന്നെ നാട്ടിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് ആരുമില്ല പറയാന്. നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം കണ്ടപ്പം പറഞ്ഞത് എനിക്ക് വിദ്യാഭ്യാസമല്ല, 9ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഹണി ട്രാപ്പുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് പിന്നെ ഞാൻ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കോടതിയിൽ ക്യാഷ് ആയിട്ട് സെറ്റിൽമെന്റ് ചെയ്തു എന്നല്ലേ കൊടുക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ്, എനിക്കൊരു തൊഴിൽ കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. അതിൽ ഇപ്പം സത്യം പറയിച്ച മാനം വരെ പോയി. യഥാർത്ഥത്തിൽ മാനം പോയി. ഇപ്പൊ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ജസ്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, ഞാൻ അതാണ് ഈ 4 മിനിറ്റ് വീഡിയോ ഇവിടെ പ്ലേ ചെയ്തത്. കാരണം അത് നിങ്ങൾ കാണണം ക്ലിയർ ആയിട്ട്. ജസ്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അവർ ലൈഫിൽ ഒരു തെറ്റും ചെയ്തില്ല. ഈവൻ കേസാണെങ്കിൽ പോലും കോടതിയിൽ നിന്ന് മാറിപ്പോകാനുള്ള കാരണം ഞാൻ പൈസ വാങ്ങി സെറ്റിൽ ചെയ്തതല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ജസ്ന. അപ്പോൾ ജസ്നയെ കുറിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും കാര്യങ്ങളും ഇവളുടെ തട്ടിപ്പുകാരി, ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നു. ജസ്ന വന്നിട്ട് ഇത് മീഡിയയിൽ പറഞ്ഞു. ജസ്ന സ്വന്തം പ്രൊഫൈലിനകത്ത് ഇത് ഏതാ വ്യക്തി പറയുന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ ആരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ സൈഡ് ഇങ്ങനെയാണ്, ഞാനാണ് ഏറ്റവും വളരെ മോശമായ രീതിയിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടത്, എന്നിട്ട് ഞാൻ കേസ് കൊടുത്തു, എനിക്കത് ഒന്നും ആയില്ല, എന്നിട്ട് വീണ്ടും എനിക്കെതിരെ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്പേസ്, അതായത് ഇത്രയൊക്കെ പറഞ്ഞൊരു സ്പേസ് കഴിഞ്ഞപ്പോൾ, ഒരു ഇത്ര സർട്ടൺ ടൈം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വരികയാണ്, ജസ്ന ഞാൻ ഈ ലൈഫ് ഇവിടെ തീർക്കുകയാണ്, ഞാൻ ഇനി മുന്നോട്ടുള്ള ജീവിതം ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഏകദേശം ലേറ്റ് നൈറ്റാന്ന് തോന്നുന്നു, എനിക്കിത് ഷെയർ ചെയ്ത് തോന്നുന്നു, പിന്നെ അത് ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു. അവരൊരു ആത്മഹത്യ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മതം തിന്നുന്ന മനുഷ്യരെക്കാട്ടിലും നല്ലത് മനുഷ്യരെ തിന്നുന്ന കഴുകന്മാരാണ്. ഒരു പെണ്ണിന്റെ മാനം വരെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അനുഭവിച്ചത് കൊണ്ടായിരിക്കും വന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നില്ല. പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ ഞാൻ മേടിച്ചിട്ടില്ല. ഞാനൊരു ഹണി ട്രാപ്പുകാരിയല്ല. ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും. എന്നാ എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരും. ഈ ഭൂമിയിലുള്ള മതം തിന്നുന്ന മനുഷ്യന്മാരുടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു മനുഷ്യർക്കും ഒരാൾക്കും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത്. ഞാനൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇനി എന്നെ ഉപദ്രവിക്കാൻ ബാക്കിയില്ല. ഇനി ആർക്കും ഈ ഒരു ഗതികേട് വരരുത്. 2 പൊന്നു മക്കളെ ഒറ്റക്കാക്കിയിട്ടാ ഞാൻ പോകുന്നത്. നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്ന ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഓക്കെ, അപ്പോൾ അതിൽ അവർ ജീവൻ അവസാനിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു.
ഇപ്പോൾ കേൾക്കുന്നത് കർമ്മ ന്യൂസിൻ്റെ പുറത്ത് വിട്ട് ന്യൂസിൽ കർമ്മ ന്യൂസ് അവർ പറയുന്നത് ജസ്ന വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. ജസ്ന ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു, ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇത് എനിക്ക് അറിയാൻ പാടില്ല, ഇത് എന്തൊരു അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവർ പറയുന്നുണ്ട്, പല ടൈമിലായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ ലൈഫിൽ വളരെ മോശമായൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, അതിലവർ പ്രതികരിച്ചു, കേസ് കൊടുത്തു. ആ കേസ് പിന്നെ തള്ളിപ്പോവുക കാര്യങ്ങളൊക്കെ ആയി. ഇനിയും അവരുടെ ലൈഫിൽ ആരെങ്കിലും ഇതേപോലെ മോശമായ ഇനിയും അവർ കേസ് കൊടുക്കുക, എല്ലാവരും വേറെ വഴിയില്ല. ഇതിന് മുമ്പും പലർക്കെതിരെ അവർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു മോശമായ ഇൻറ്റൻഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ല എന്നാണ് ജസ്ന പറയുന്നത്. എന്താണെങ്കിൽ ജസ്ന ഇത് ചാനലിലും വന്ന് പറയുന്നു, ജസ്ന സ്വന്തം പ്രൊഫൈലിലും പറയുന്നു. ലാസ്റ്റ് ജസ്നയ്ക്ക് ഒരു രക്ഷയില്ലാണ്ട് ജസ്ന ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച് ജസ്ന ഹോസ്പിറ്റലിലുമായി. ഇപ്പോൾ ഈ ഒരു അവരുടെ ഒരു അവസ്ഥയാണ് ഈ ജസ്നയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കൃഷ്ണനെ വരച്ചു എന്നുള്ളത് അവർ വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നത്. കൃഷ്ണനെ വരച്ച ഒരു സ്ത്രീ, അതൊരു മുസ്ലിം സ്ത്രീ എന്നുള്ളതാണോ എൻ്റെ പ്രശ്നം? അതിൻ്റെ ഒരു വർഗീയ തലങ്ങളാണോ നിങ്ങളുടെ വിഷയം? എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രത്തോളം സൈബർ ബുള്ളിങ് ഞാൻ എന്തിനു ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഞാനും അത് ആലോചിക്കുന്നത്. അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത്, അവരവരുടെ ജോലി ചെയ്യുന്നു, അവർക്ക് അറിയാവുന്ന ഒരു ജോലി അവർ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നു, വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഇനി വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ ജസ്നയോട് ഒരു വ്യക്തിപരമായ റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രം പോരെ ആ ലേഡിയെ പോയി കല്ലെറിയുന്നതും. ഇപ്പം എന്തായി ലാസ്റ്റ്? അല്ല, ഈ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ചിന്തിക്കേണ്ടതോ അല്ലെങ്കിൽ ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യം. അത് അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റില്ല. ബട്ട് ചില സാഹചര്യത്തിൽ ഇതാണ് അവസ്ഥ. മനുഷ്യൻ്റെ മനസ്സല്ലേ കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ചിലപ്പോൾ. സോ പ്ലീസ് ഡോണ്ട് ഡൂ ദിസ്, ഓക്കെ? കാരണം ഒരു വാട്സാപ്പ് ഫോർവേഡ്, ഒരു പേരോ ഊരോ ഒന്നും ഇല്ലാതെ ഒരു വാട്സാപ്പ് ഫോർവേഡ് വരുന്നു, ആരോ എന്തോ അതിൽ ഒരു തരത്തിലും ഒന്നും പറയുന്നില്ല. ബട്ട് അതൊരു വ്യക്തിയെക്കുറിച്ച് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു സാധനം മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഇത് എന്തുകൊണ്ട്, എങ്ങനെ, ആര് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സംഗതി നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളെടുത്ത് ഫോർവേഡ് ചെയ്ത് 10 ആളുകളിലേക്ക് എത്തിയായിരിക്കുക, ഓക്കെ? കാരണം ഇതിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജസ്ന ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കടുങ്കൈ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ല, എനിക്കറിയില്ല. ഇപ്പോൾ കർമ്മയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂസിൽ എന്താണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഈ ജസ്നേനെ എല്ലാം ക്ലിയർ ആയിട്ട് വരട്ടെ, വന്നിട്ട് ജസ്നേനെ അപ്ഡേറ്റ് ചെയ്യട്ടെ, ജസ്നേൻ്റെ പ്രൊഫൈൽ. അല്ല അതെന്ത് പറയാൻ. ഇത് ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചതാണ് പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശം. ആ ലേഡിയുടെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ വർഗീയത എത്രത്തോളം മൂത്ത് നിൽക്കുന്നത് നമ്മളെ നാട്ടിൽ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്.